അതോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ടുന്നതാണ് ഈ പുറകിൽ കാണുന്ന എ ഫ്രെയിം സ്ട്രക്ചർ പോലുള്ള വെയിറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു സ്ലൈഡിംഗ് ഗേറ്റാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇവിടെ ചെയ്തിട്ടുള്ളത്. കാണുന്ന ഒരു പ്രൊഫൈൽ ലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇത് എക്സ്റ്റേണലാണ് ഈ സാധനം ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് നമ്മുടെ ഈ കാണുന്ന ഒരു കോർട്ട്യാർഡ്. ആ ഒരു നമ്മുടെ എലിവേഷൻ്റെ ഭംഗിക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും ലെങ്ത് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 മണി വരെ ഈ വീട്ടിലേക്ക് ലൈറ്റ് എന്ന് പറയുന്ന ഒരു സാധനം വേണ്ട എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ കൺഫ്യൂഷനാണ്, ബെഡ്റൂം ആണോ തിയേറ്റർ ആണോ എന്ന്. തിയേറ്ററിലേക്ക് തന്നെ പോവാം. നമ്മൾ മലയാളികൾക്കിടയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സംഗതിയാണ് ഈ ചെറിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകൾ എന്ന് പറയുന്നത്. അതായത് ഏരിയയിലായാലും പ്ലോട്ടിലായാലും 6 സെൻറ്റിൽ 5 സെൻറ്റിൽ 3 സെൻറ്റിൽ ഇതുപോലുള്ള വീടുകളാണ് ഇന്ന് മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ പ്രിയമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ടുന്നതാണ് ഈ പുറകിൽ കാണുന്ന എ ഫ്രെയിം സ്ട്രക്ചർ പോലുള്ള വീടുകളും ഇന്ന് മലയാളികളുടെ സ്വപ്ന വീടിൻ്റെ പട്ടികയിൽ 1ാം സ്ഥാനത്താണ്. ഇന്ന് ഞാൻ നിൽക്കുന്നത് ത്രയ എന്ന് പറഞ്ഞിട്ട് എൻ്റെ സുഹൃത്ത് വിഷ്ണുവിന് വേണ്ടിയിട്ട് റീസെൻ്റ്ലി ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു മിനിമലിസ്റ്റിക് അതുപോലെ തന്നെ കോൺക്രീറ്റ് എ ഫ്രെയിം സ്ട്രക്ചർ വീടിന് മുന്നിലാണ്. 3 ബെഡ്റൂമാണ്. പുള്ളി ഒരു എഡിറ്റർ കൂടെയാണ്. റീസെൻ്റ്ലി കള്ളം എന്ന് പറയുന്ന മൂവിയൊക്കെ ചെയ്ത ആ മൂവിയുടെ എഡിറ്റർ കൂടിയാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു എഡിറ്റിംഗ് സ്പേസും ഒരു തിയേറ്റർ പർപ്പസൊക്കെ കൂടിയിട്ടാണ് മുകളിൽ ആ ഒരു എ ഫ്രെയിമിൽ ആ ഒരു സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീട്ടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈവൻ നമ്മുടെ ഇവിടുത്തെ ഈ ഒരു കോമ്പൗണ്ട് വാളൊക്കെ എടുത്താൽ തന്നെ, അല്ലെങ്കിൽ ഗേറ്റ് എടുത്താൽ തന്നെ നമുക്കറിയാം ഇതൊരു GI സ്ട്രക്ചറിൽ മെഷ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്ന ഒരു കോമ്പൗണ്ട് വാള് വിത്ത് ഗേറ്റാണ്. ഈ വീടിൻ്റെ ഓരോ എലമെൻറ്റും അങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ ഒരു ബഡ്ജറ്റിലേക്കൊക്കെ വരുവാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 45 lakhs ആണ് നമുക്ക് ചിലവ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ത്രയ എന്ന് പറയുന്ന വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കണ്ടറിയാം. എക്സ്പീസിനി വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഡീറ്റെയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കോമ്പൗണ്ട് വാൾ മുതൽ പറയണം. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം വാള് അതുപോലെ ഗേറ്റ് കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ എല്ലാ പ്രോജക്റ്റിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മുടെ ആ കളർ തീം അതുപോലെ തന്നെ നമ്മുടെ ഗേറ്റ് മുതൽ അല്ലെങ്കിൽ കോമ്പൗണ്ട് വാൾ മുതൽ നമ്മൾ കൊണ്ടുവരാം. ഇവിടെയും നമ്മുടെ കുറേ ഭാഗം നമ്മുടെ ആ ഒരു സിമൻറ്റ് ഫിനിഷ് അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്നിട്ടൊരു ഗ്രീൻ ഫിനിഷിൽ നമ്മുടെ GI മെഷ് ഉപയോഗിച്ചിട്ട് ആണ് ഈ ഒരു സ്ലൈഡിങ് ഗേറ്റ് വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന വെയിറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു സ്ലൈഡിംഗ് ഗേറ്റാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇവിടെ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഗേറ്റ് തുറന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പാവിങ് സ്റ്റോൺ ബാംഗ്ലൂർ സ്റ്റോണാണ്. 2x1 സൈസിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ ബാംഗ്ലൂർ സ്റ്റോൺ കാര്യങ്ങളൊക്കെ ചെയ്ത് മുറ്റം മനോഹരമാക്കിയിട്ടുണ്ട്. കുറച്ചധികം ഏരിയയിൽ നമ്മുടെ ബഫല്ലോ ഗ്രാസ് അല്ലെങ്കിൽ പേൽ ഗ്രാസ് എന്ന് പറയുന്ന ഗ്രാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ലാൻഡ്സ്കേപ്പിങ്ങിന് വേണ്ടിയിട്ട് കുറേ അധികം സ്പേസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി വീടിൻ്റെ എലിവേഷനെ കുറിച്ചിട്ട് പറയുവാണെങ്കിൽ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ കോൺക്രീറ്റ് ആണ്. അപ്സ്റ്റെയറിൻ്റെ ഫ്രണ്ട് പോർഷൻ നമ്മൾ GI സ്ട്രക്ചറിൽ എ ഫ്രെയിം ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പെയിൻറ്റിൻ്റെ കളറൊക്കെ വളരെ മിനിമലിസ്റ്റിക് രീതിയിലാണ്. നമുക്ക് ഗ്രേ അതുപോലെ തന്നെ വൈറ്റ് ബ്ലാക്ക് ഗ്രീൻ ഈ ഒരു തീമിലാണ് ഇതിൻ്റെ കളർ കോഡ് കാര്യങ്ങളൊക്കെ വരുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു പാറ്റിയോ പോലെ ഉണ്ട്. അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഇൻസൈഡിലേക്ക് കയറിയാൽ മനസ്സിലാവും. അത്യാവശ്യം നല്ലൊരു എലിവേഷന് കൂടി നമുക്കത് കാണിക്കും. അതുപോലെ തന്നെ ഈ ഒരു പ്രൊജക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബേ വിൻഡോ കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ എൻറ്റയർലി കൊടുത്തിരിക്കുന്നത് നമ്മുടെ സ്റ്റീൽ വിൻഡോസ് അതുപോലെ തന്നെ അൾജീരിയൻ വിൻഡോസ് സ്റ്റീൽ ഡോസ് കാര്യങ്ങളാണ്. വുഡ് ഫ്രീ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സിറ്റ് ഔട്ട് ഒരു ട്രയാങ്കിൾ അല്ലെങ്കിൽ ഒരു മറ്റൊരു ഷേപ്പിൽ ഒരു ഇറഗുലർ ഷേപ്പിലാണ് നമ്മൾ സിറ്റ് ഔട്ട് കൊടുത്തിരിക്കുന്നത്. ഫുൾ ലെങ്ത് സ്റ്റെപ്പ് നമ്മൾ ഗ്രാനൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഗ്രേ കളർ സിമന്റ് ടെക്സ്ചർ ടൈലാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഡോറിലേക്ക് വരുവാണെങ്കിൽ ബ്ലാക്ക് ഫിനിഷിൽ ആണ് ഈ ഒരു സ്റ്റീൽ ഡോർ ഉള്ളത്. ബാക്കി ശേഷമൊക്കെ അകത്ത് കയറിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറ് തുറന്ന് അകത്തേക്ക് കയറിയാൽ കാണുന്നത് മനോഹരമായിട്ടുള്ള ലിവിങ് ഹോളാണ്. ഇത് നമ്മുടെ സ്റ്റീൽ ഡോറാണെന്ന് പറഞ്ഞു. ബയോമെട്രിക് ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. 7ഓളം സിസ്റ്റം ഉപയോഗിച്ചിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. മെയിൻ എന്ന് പറഞ്ഞാൽ ഫിംഗർ പ്രിൻറ്റ് ലോക്ക് തന്നെയാണ്. വീട്ടിൽ ആർക്കാണെങ്കിലും ഇത് ആക്സസ് ചെയ്യാൻ, അതായത് നമുക്ക് കീ കാര്യങ്ങളൊന്നും കൊണ്ട് നടക്കേണ്ടെന്ന് അർത്ഥം. പിന്നെ ബ്ലാക്ക് തീമിലാണ് ആ സാധനം ചെയ്തിരിക്കുന്നത്. ഇനി ലിവിങ് ഹോളിൻ്റെ സൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലെങ്ത് വിട്ട് പറഞ്ഞാൽ 3.8 × 3.6 ആണ്. അത്യാവശ്യം മോശമില്ലാത്ത വലിപ്പമുള്ള ഒരു ഹോളാണ് ചെയ്തിരിക്കുന്നത്. ഇനി വെന്റിലേഷനിലേക്ക് വന്നാൽ ക്രോസ് വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ
ഫ്രണ്ട് സൈഡിലായിട്ട് ഒരു ലോങ് ലെങ്ത് വിൻഡോ കാണാം. നമ്മളെല്ലാ പ്രോജക്റ്റിലും ചെയ്യുന്ന കണക്ക് ഇതിൻ്റെ ടോപ്പ് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഒരു 3 പോളിയുടെ ഈ ഒരു ഹൈറ്റിലേക്കാണ് വിൻഡോ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഹൈറ്റിലേക്ക് ചെയ്യാനുള്ളൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സോഫ കാര്യങ്ങളെല്ലാം കസ്റ്റം ചെയ്തിരിക്കുകയാണ്. GI സ്ട്രക്ചറിൽ കുഷനൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഒരു സോഫയാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്. ഫ്ലോറിങ്ങിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ഗ്രേ കളറ് സിമൺ ടെക്സ്ചർ ടൈലാണ് 4x2 എൻറ്റയർ ഈ ഒരു പ്രോജക്റ്റിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു സൈഡിലേക്കുള്ള ഒരു TV യൂണിറ്റ് ആ ഒരു വോളിലേക്ക് വരാം. റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ ഈ ഒരു വോള് സിമൺ ടെക്സ്ചറാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു നമ്മുടെ ഫ്ലോറുമായിട്ടൊക്കെ ഒരു മാച്ചിങ് വരും. ഇനി വളരെ സിമ്പിളായിട്ട് നമ്മളൊരു എന്താ പറയുക, ഒരു കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അതായത് TV യൂണിറ്റ് വൺ സൈഡ് നമ്മൾ കർവ് ചെയ്തിട്ടുണ്ട്. മറൈൻ പ്ലൈവുഡിൽ മൈക്ക ലാമിനേഷനിൽ ചെയ്തിരിക്കുന്നതാണ്. ഇനി ഈ ഒരു വീട്ടിൽ ഒരു ഭാഗത്ത് പോലും ജിപ്സം ചെയ്തിട്ടില്ല, അതായത് ഫോൾ സീലിംഗ് ചെയ്തിട്ടില്ല. പകരം നമുക്ക് കണ്ടാൽ ആ ഫീല് കിട്ടുന്ന തരത്തിലാണ് ഇതിൻ്റെ ആ ഒരു കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അതായത് കോൺക്രീറ്റിന് മുമ്പ് തന്നെ നമ്മൾ ഇലക്ട്രിക്കൽ ഡ്രോയിങ് കൃത്യമായിട്ട് ചെയ്തിട്ട് നമ്മൾ LED കാര്യങ്ങളെല്ലാം അതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സംഗതിയാണ് ഈ കാണുന്ന ഒരു പ്രൊഫൈൽ ലൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇത് എക്സ്റ്റേണലാണ് ഈ സാധനം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 3 സിലിണ്ടറിക്കൽ ലൈറ്റ് ടോപ്പിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് കാണുന്ന ഒരാൾക്ക് ഇത് ജിപ്സം സീലിംഗ് ഫോൾ സീലിംഗ് ചെയ്തിരിക്കുന്ന കണക്ക് ഫീൽ ചെയ്യും. ഇനി ഒരു മനോഹരമായിട്ടുള്ള ഒരു ഓപ്പൺ ഏരിയയിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. അതിൽ എടുത്തു പറയേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് നമ്മുടെ ഡൈനിങ് ഹാളാണ്. ഡൈനിങ് ഹാളിൻ്റെ സൈസിലേക്ക് വരുവാണെങ്കിൽ ഏകദേശം ഒരു 3 മീറ്റർ ബൈ 2.7 ആണ് ഇതിൻ്റെ ലെങ്ത്ത് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഈ ഡൈനിങ് ടേബിളും ഒക്കെ കസ്റ്റം ചെയ്തതാണ്, GI സ്ട്രക്ചറിലാണ്. ഈ ഒരു ചെയർ നമ്മൾ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഒരു 4 ചെയറാണ്. ടോപ്പിലേക്ക് വന്നിട്ട് നമുക്ക് വൈറ്റ് നമ്മളെ GVT ടൈലാണ്, ഒരു 80 mm തിക്നെസ് വരുന്ന ടൈല് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് ലൈറ്റ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്പേസ് ആണ്. അതിലേക്ക് പറയാനുള്ളൊരു സാധനമാണ് ഈ ഒരു വാഷ് ബേസിൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ടോപ്പിലേക്ക് കാണാം ഈ ഒരു ഓപ്പണിങ് ഗ്ലാസ് കൊടുത്തിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. മാക്സിമം നമ്മുടെ നാച്ചുറൽ ലൈറ്റ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു വാഷ് ഏരിയ സെപ്പറേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കാരണമൊക്കെ പലപ്പോഴും പല വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ സ്പേസ് ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഡൈനിങ് ടേബിളിനോട് ചേർന്നിട്ട് വാഷ് ബേസിൻ കൊടുക്കും. പിന്നീട് അത് പല തരത്തിലായിരിക്കും ആളുകൾ ഇത് യൂസ് ചെയ്യുന്നത്, ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും. അതുകൊണ്ട് തന്നെ അതിനൊരു സെപ്പറേറ്റ് സ്പേസ് കാണുക എന്നുള്ളതാണ്. ഇവിടെ നമ്മളൊരു LED മിറർ, സർക്കുലർ മിറർ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചെറിയൊരു വാഷ് യൂണിറ്റ്, അതിൻ്റെ ടോപ്പിലേക്ക് നമുക്ക് വൈറ്റ് ഗ്രാനൈറ്റ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കൊരു ബ്ലാക്ക് വാഷ് കൗണ്ടർ. ഇത്രയാണ് ഇതിൻ്റെ ഒരു വിശേഷം എന്ന് പറയുന്നത്. ഇനി പറയാനുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് അതോടൊപ്പം നമ്മുടെ മോഡുലാർ കിച്ചനാണ്. പൂർണ്ണമായിട്ടും ഓപ്പൺ കിച്ചനാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മോഡുലാർ ക്യാബിനറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് നമ്മുടെ അലൂമിനിയത്തിലാണ്. ഗ്രേ, വൈറ്റ്, ബ്ലാക്ക് തീമിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സെൻട്രൽ പോർഷനിലേക്ക് വുഡൻ ടൈൽസ് ആണ്, അതായത് നമ്മുടെ വുഡൻ പ്ലാങ്ക്സ് എന്നൊക്കെ പറയുന്ന ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹുഡ് ആൻഡ് ഹോബ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഇതിനകത്ത് വരുന്ന ആക്സസറീസ് എല്ലാം തന്നെ നമ്മുടെ സോഫ്റ്റ് ക്ലോസ് കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ താഴെയൊക്കെ നമ്മൾ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കിച്ചണിൽ, പ്രത്യേകിച്ചും സ്പേസ് കുറഞ്ഞ കിച്ചണിൽ ഉറപ്പായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഇതിലുള്ള ടോൾ യൂണിറ്റ് അല്ലെങ്കിൽ പാൻട്രി യൂണിറ്റ് എന്നൊക്കെ പറയാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് നമ്മുടെ ഈ കാണുന്ന ഒരു കോർട്ട്യാർഡ്. നമ്മൾ പിന്നെ ഷിയറാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. മാക്സിമം ഗ്ലാസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ അൾജീരിയൻ പ്രൊഫൈലാണ് ഈ ഒരു സാധനം. ഇനി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് മനോഹരമായിട്ടുള്ള ഒരു കോർട്ട്യാർഡാണ്. ഭയങ്കര രസമാണ് കേട്ടോ. ചെറിയൊരു പോണ്ട് കാര്യങ്ങളൊക്കെ ഇതിനകത്തൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫിഷ് കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുന്ന ഒരു പോണ്ട്. അതുപോലെ ഇവിടെ ആ ഒരു നാച്ചുറൽ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബഫല്ലോ ഗ്രാസ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നാച്ചുറൽ പെബിൾസ് ആണ്, കലാത്തിയ പീസ് ലില്ലിയുള്ള പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ബാക്ക് സൈഡിലായിട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതേ കോൺക്രീറ്റ് ഫിനിഷിനകത്ത് ജസ്റ്റ് വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. GI ട്യൂബിലാണ്, 1 സ്ക്വയറിൻ്റെ GI ട്യൂബിലാണ് ഇത് ഫുള്ള് കവർ ചെയ്തിട്ടുള്ളത്. റൈറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ടെറാക്കോട്ട ജാളിയാണ്. ഇവിടെ ഒരു ബോർഡറിലായിട്ട് നമ്മളൊരു ഗ്രാനൈറ്റ് ഫിനിഷ് കൊണ്ടുവന്നിട്ടുണ്ട്. അടിപൊളിയല്ലേ? ഇത് ഒരു വുഡൻ തീമിലാണ് ഈ സാധനം ചെയ്തിരിക്കുന്നത്. അപ്പം ഈ വീട്ടിലേക്കുള്ള എൻ്റയർ ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു വിൻഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പോർഷൻ കൂടെയാണ് ഈ ഒരു കോർട്ട്യാർഡ് എന്ന് പറയുന്നത്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ ഒരു കോർട്ട്യാർഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നേരെ നമ്മൾ വരുന്നത് ഇവിടുത്തെ ബെഡ്റൂമിലേക്കാണ്.
താഴെ 2 ബെഡ്റൂമാണ്, ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിലാണ്. ഇതിൻ്റെ ഡോറിലേക്ക് വരുവാണെങ്കിൽ വൈറ്റ് കളറിൽ ബ്ലാക്ക് ഹാൻഡിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു കളറ് നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഡോറ് തുറന്ന് അകത്തേക്ക് കയറിയാൽ കാണുന്നത് മാസ്റ്റർ ബെഡ്റൂമാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂമാണ്. കയറി വരുമ്പോൾ കാണുന്നത് ഈ ഒരു ബെഡാണ്. ബെഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇതൊരു എയറിൽ നിൽക്കുന്ന കണക്കാണ് നമുക്ക് ഫീൽ ചെയ്യുക. ഒരു ക്യാൻഡിലിവർ കൺസെപ്റ്റിൽ കസ്റ്റം ചെയ്തിട്ടുള്ള ബെഡാണ്, GIയിലാണ്. അതുപോലെ ബെഡ്റൂമിൻ്റെ സൈസിലേക്ക് വരുമ്പോഴത്തേക്ക് 3.9 ഇൻറ്റു 3.6 ആണ് ഇതിൻ്റെ ലെങ്ത്ത് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഈ ഒരു സ്പേസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബേ വിൻഡോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. ഇവിടെയും ജിപ്സം സീലിംഗ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. സെൻറ്ററിലായിട്ട് ഒരു ബെഡ് ലാമ്പ്, ഒരു ഹാങ്ങിങ് ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ക്രോസ് വെൻറ്റിലേഷന് വേണ്ടിയിട്ട് 2 വിൻഡോസ് ഉണ്ട്, ഒരു സിംഗിളും നേരത്തെ പറഞ്ഞതുപോലുള്ളൊരു ബേ വിൻഡോയും. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ ഒരു ബെഡ്റൂമിൻ്റെ വിശേഷം. ഇനി ഒരു ബെഡ്റൂം കൂടെ കാണാനുണ്ട്. നമ്മുടെ ഇവിടെ ആയിട്ട് കാണുന്ന നമ്മുടെ കിഡ്സ് ബെഡ്റൂമാണ്. സെയിം തന്നെയാണ്, വൈറ്റ് ഡോറ്, ബ്ലാക്ക് ഹാൻഡിൽസ്. ഈ ഒരു ബെഡ്റൂം എന്ന് പറയുന്നത് കിഡ്സിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കൊരു ക്യൂൺ സൈസിലുള്ള ബെഡാണ്. സെയിം തന്നെയാണ്, കാൻഡിലിവർ കൺസെപ്റ്റിലാണ് ഈ ഒരു സാധനം കൊടുത്തിരിക്കുന്നത്. 2 ബെഡ്റൂമിലും മനോഹരമായിട്ടുള്ള ഹെഡ് ബോർഡ് എല്ലാം നമ്മൾ കസ്റ്റം ചെയ്തിട്ടുണ്ട്. ഒരു പിന്നെ ബെഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഹാങ്ങിങ് ലൈറ്റ്. ഇത് അടിപൊളി എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്രണ്ട് എലിവേഷനിൽ കണ്ടിട്ടുള്ള ആ ഒരു ബേ വിൻഡോ ആണ് കേട്ടോ. ആ ഒരു നമ്മുടെ എലിവേഷൻ്റെ ഭംഗിക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും ലെങ്ത്ത് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 ആൾക്ക് സുഖമായിട്ട് ഇതിനകത്ത് കുഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കിടക്കാനായിട്ട് സാധിക്കും. മുകളിൽ 2 റീഡിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സാധാരണ ഈ മാഗ്നറ്റിലൊക്കെ ചെയ്യുന്നതാണ്, ട്രാക്കിംഗ് ലൈറ്റ് ആണ് നമ്മൾ ഇവിടെ ഈ ഒരു കോൺക്രീറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഇലക്ട്രിക്കൽ ഡ്രോയിങ് മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. കൃത്യമായിട്ട് കോൺക്രീറ്റിൻ്റെ ടൈമിൽ പോയിന്റ് ഇട്ടിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ഇവിടെ ആയിട്ട് ചെറിയൊരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട്, വാർഡ്രോബ് സെറ്റ് ചെയ്യും. അവിടെ ആയിട്ട് തന്നെ നമുക്കൊരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല മോഡേൺ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്നൊരു ടോയ്ലറ്റാണ്. ഇനി നമുക്ക് അപ്സ്റ്റെയറിലേക്ക് പോവാം. അപ്സ്റ്റെയറിലേക്ക് പോകുന്ന സമയത്ത് ആ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന സ്റ്റെയർ തന്നെയാണ്. ഇതിൻ്റെ ഒരു ഹാഫ് പോർഷൻ നമ്മൾ കോൺക്രീറ്റ് ആണ് ചെയ്തിരിക്കുന്നത്, ബാക്കി നമ്മൾ ഫാബ്രിക്കേറ്റഡ് ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ലൈറ്റിന് വേണ്ടിയിട്ട് ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് അവിടെ ആയിട്ട് ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് വിൻഡോ കാണാം, ഫിക്സർ വിൻഡോ ആണ്. ഇനി ഇതിൻ്റെ ഹാൻഡ് റെയിലിലേക്ക് വരുവാണെങ്കിൽ ഹാഫ് പോർഷനിലേക്ക് ഹാൻഡ് റെയിൽ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, പ്ലെയിൻ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇനി മുകളിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ സ്റ്റീൽ സ്ട്രിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സേഫ്റ്റി ഇഷ്യൂ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, കുട്ടികളൊക്കെ ഉള്ള ആളുകൾ ഇത് ചെയ്യുമ്പം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഫുട് ലാമ്പ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വളരെ ഹൈറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ഈ സ്റ്റെപ്പ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്തെ മിനിമം ഒരു 15 സെൻറ്റിമീറ്ററിന് മുകളിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇവിടെയും കയറി വരുന്ന സമയത്ത് നോക്കി ഫുൾ ഇതായിട്ടുള്ള ഗ്ലാസ്, ഇത് അലൂമിനിയത്തിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നമുക്ക് നന്നായിട്ട് ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 മണി വരെ ഈ വീട്ടിലേക്ക് ലൈറ്റ് എന്ന് പറയുന്ന ഒരു സാധനം വേണ്ട എന്ന് വേണം പറയാനായിട്ട്. അത് ക്ലയൻറ്റിൻ്റെ ഒരു റിക്വയർമെൻറ്റ് തന്നെയായിരുന്നു. ഇനി 3ാമത്തെ ബെഡ്റൂം നമുക്ക് കാണാം. പക്ഷെ അതിനു മുമ്പ് രസകരമായിട്ടുള്ളൊരു സാധനം കാണിച്ചു തരാം. അപ്പോൾ കൺഫ്യൂഷനാണ്, ബെഡ്റൂം ആണോ തിയേറ്റർ ആണോ എന്ന്. തിയേറ്ററിലേക്ക് തന്നെ പോവാം. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, നമ്മുടെ സുഹൃത്തൊരു എഡിറ്റർ കൂടിയാണ്. ഇതൊരു സ്ലൈഡിങ് ഡോറാണ് കേട്ടോ. അത്യാവശ്യം നമ്മൾ സൗണ്ട് എല്ലാം പ്രൂഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്ലൈഡിങ് ഡോറാണ്, സ്പേസ് ലാഭിക്കാനും വേണ്ടിയിട്ട്. മനോഹരമായിട്ടുള്ളൊരു സ്പേസാണ്. നമ്മൾ പുറമേ കണ്ട ആ ഒരു എ ഫ്രെയിം സ്ട്രക്ചറിൻ്റെ ഉള്ളിലുള്ള സാധനമാണ്. ഈ സ്ക്രീനൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ചെയ്തെടുത്തതാണ്, പെയിൻറ്റിൽ തന്നെയാണ്. ഫുള്ള് ബ്ലാക്ക് വൈറ്റ് തീമിൽ കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അടിപൊളിയാണ്. പ്രൊജക്ടർ എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൊജക്ട് കാര്യങ്ങളൊക്കെയാണ്. ഇവിടെയാണ് പുള്ളിക്കാരൻ്റെ എഡിറ്റിംഗ് സെറ്റപ്പ് എന്ന് പറയുന്നത്. കുറേ അധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പം നമ്മൾ സ്റ്റാർട്ടിങ് ഒരു സാധനം ചെയ്തു വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ക്ലോത്ത് കർട്ടൻ മാറ്റിയാൽ നമ്മൾ കാണുന്നത് ഇവിടെ നമ്മൾ ഫുള്ള് അൾജീരിയൻ പ്രൊഫൈലിൽ ഡോർ ചെയ്തിട്ടുണ്ട്. ഇത് തുറന്നിട്ട് ഇത്രയും വൈഡിൽ തുറന്നിട്ട് നമുക്ക് പുറത്തിറങ്ങാനായിട്ട് സാധിക്കും. അവിടെ ഒരു കാർപ്പറ്റൊക്കെയാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ഗ്രേ ടെക്സ്ചറുള്ള ടൈൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു ഹാൻഡ് റെയിൽ അല്ലെങ്കിൽ പാരപ്പറ്റ് എന്ന് പറയുന്നത് ഗ്ലാസ് വിത്ത് GIയിലാണ് ചെയ്തിരിക്കുന്നത്. അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വാമനാപുരം നദിയൊക്കെ കാണാം കേട്ടോ. ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല. അടിപൊളിയാണ് ഈവനിങ്ങിലൊക്കെ ഇറങ്ങി നിൽക്കാനും. നൈറ്റ് ഇതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. പിന്നെ ഇതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്ലെയിൻ ഗ്ലാസ് കൊടുത്തിട്ട് നമ്മൾ ഒരു ക്രീം കളറ് ക്ലോത്ത് കർട്ടനാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്, ഫുൾ ലെങ്ത്തിലുള്ള. പിന്നെ ഇതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ GI സ്ട്രക്ചറിനകത്ത് നമ്മുടെ സ്റ്റോൺ കോട്ടഡ് റൂഫാണ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വി ബോർഡ്, ജിപ്സം ഇതൊക്കെ യൂസ് ചെയ്തിട്ട് പൂർത്തിയായിട്ടുള്ളൊരു സാധനമാണ്. ഇത് അത്യാവശ്യം ഒരു പാർട്ടി ഏരിയ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ തിയേറ്ററായി അല്ലെങ്കിൽ എഡിറ്റിംഗ് റൂമായി.
ഇനി കാണാനുള്ളത് നമ്മുടെ മുകളിലത്തെ ഒരു ബെഡ്റൂമാണ്. അത് ജസ്റ്റ് ഇവിടെ നിന്ന് നേരെ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു വൈറ്റ് തീമിൽ ബ്ലാക്ക് ഹാൻഡിൽ വെച്ചിട്ടുള്ള ഒരു റൂം. ഇതിലും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല, പ്ലെയിനായിട്ട് കിടക്കുന്ന റൂമാണ്. ഇതിൻ്റെ കളർ തീമൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെയിനറിനകത്ത് പലതരത്തിലുള്ള വ്യത്യാസം കാര്യങ്ങളൊക്കെ വരുത്തിയിട്ട് ചെയ്തിട്ടുള്ള സാധനമാണ്. ഇത് ശരിക്കും ഫുൾ ഗ്ലാസ്സിലാണ് ഈ സാധനം ചെയ്തിരിക്കുന്നത്. ഇതിങ്ങനെ കൊടുക്കാനുള്ളൊരു കാരണം കൂടിയുണ്ട് കേട്ടോ. നമ്മുടെ ആ കാണുന്നത്, അതായത് നമ്മുടെ ഇനി ആ ബാക്ക് സൈഡിലായിട്ട് കാണുന്നത് നമ്മുടെ പുതിയ നാഷണൽ ഹൈവേ ആണ്. അതിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. ഇതും ഒരു വുഡൻ തീമിലാണ് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒരു 1.2 മീറ്റർ വിട്ടിലാണ് ഈ ഒരു ബാൽക്കണി ചെയ്തിട്ടുള്ളത്. ഈവനിങ് ഒക്കെ മനോഹരമായിട്ടുള്ള കാഴ്ച കാര്യങ്ങളൊക്കെയാണ്. ഇത് ഫുള്ളായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം കേട്ടോ. അതിപ്പോൾ പുറത്തുനിന്ന് ചെയ്യാൻ പറ്റില്ല, അകത്തുനിന്ന് വരുന്ന സമയത്ത് നമുക്ക് ഫുള്ളായിട്ട് തന്നെ ഓപ്പൺ ചെയ്യാം. ഈ ബെഡ്റൂമിൻ്റെ സൈസ് എന്ന് പറയുന്നത് താഴത്തെ പോലെ തന്നെ 3.8 × 3.6 ഈ ഒരു സാധനം ചെയ്തിരിക്കുന്നത്. ക്രോസ് വെന്റിലേഷന് വേണ്ടിയിട്ട് ഇവിടെ ചെറിയ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ സീബ്ര ബ്ലൈൻഡ്സ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം എന്താ പറയുക, പിന്നീട് ഇൻറ്റീരിയർ ചെയ്യാൻ വേണ്ടിയിട്ട് മനോഹരമായിട്ട് ചെയ്തിട്ടുള്ള റൂമാണ്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ടോപ്പിലെ വിശേഷം. ഇനി ഓപ്പൺ ടെറസ് അത്യാവശ്യം നല്ലൊരു ഏരിയ തന്നെ ഉണ്ട്. അപ്പോൾ ത്രയ എന്ന് പറയുന്ന വീടിൻ്റെ വിശേഷങ്ങൾ ഇത്ര തന്നെയൊക്കെ ഉള്ളൂ. വീടിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരം പ്രോജക്റ്റുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വീണ്ടും മറ്റൊരു മനോഹരമായ വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.